ഹായ് ഗായ്സ്, ഇന്ന് ഞായറാഴ്ചയല്ലേ. അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിച്ചു. അവൾക്ക് മേക്കപ്പ് ഇടാനുള്ളതാണ്. അവൾക്ക് മേക്കപ്പ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ലിപ്സ്റ്റിക്കും ഐഷാഡൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണാതെ എപ്പോഴും എടുത്ത് ഇടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ കുളിപ്പിച്ച് ഒരുക്കാൻ നിർത്തിയേക്കാണ്. ഞാൻ അവൾക്ക് ഉപയോഗിക്കുന്ന ഡാക്സ്ലറിൻ്റെ ഇത് പെൻസിലാണ് ഉപയോഗിക്കുന്നത്. നല്ല ഡാർക്കാണ് അതിന്. അത് വെച്ചിട്ട് പിരിയും എഴുതും, കണ്ണും എഴുതും. ഞാൻ പിരിയൊക്കെ എഴുതുമ്പോൾ നല്ല ഡാർക്ക് കളറാണ്. അങ്ങനെ 2 പിരിവും ഞാൻ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ അതിനൊക്കെ അനങ്ങാതെ നിൽക്കും. കാരണം ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആൾക്ക് അതൊന്നും പ്രശ്നമില്ല. പിരികൊക്കെ വാലിട്ട് എഴുതിയില്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമാണ്. വാലിട്ടൊക്കെ എഴുതി കൊടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ ഐലൈനർ വെച്ച് എഴുതണം. ഐലൈനർ വെച്ച് എഴുതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണ് എഴുതുവാണ്. കണ്ണിൻ്റെ അടിവശവും കണ്ണിൻ്റെ മേൽവശവും ഞാൻ അതുകൊണ്ടാണ് എഴുതുന്നത്. കണ്ടില്ലേ, നല്ല ഡാർക്കാണ്. വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്. ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇനി ഐലൈനറും കൊണ്ട് അതിൻ്റെ മണ്ടവശം ഒന്ന് എഴുതും. അല്ലെങ്കിൽ പിന്നെ അത് മതി. പിന്നെ ഞാൻ അതും ഡാക്സ്ലറിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് ഐലൈനർ. വേറൊരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട്. അത് ഒട്ടും കൊള്ളില്ലായിരുന്നു. കാരണം അത് വെറും കട്ടി കുറവും അതുമാതിരിയല്ല, എഴുതുമ്പോൾ വെള്ളം പോലെ, ശരിക്കും വെള്ളം പോലെ എഴുതാനേ കൊള്ളില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഡാക്സ്ലറിൻ്റെ വാങ്ങി. അങ്ങനെ ഇതും കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ആൾക്ക് കൺപീലിയൊക്കെ നല്ല ഇതായിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പൊട്ട് തൊടുമ്പോൾ ആൾക്ക് ഫാഷനിലുള്ള പൊട്ട്, നമ്മൾ ഐലൈനർ വെച്ച് എഴുതുന്നതൊക്കെ ഫാഷനിലുള്ള പൊട്ടൊക്കെ ആൾക്ക് ഇഷ്ടം. അപ്പോൾ അതൊക്കെ വരച്ച് കൊടുക്കുകയാണ്. ആൾക്ക് ബട്ടർഫ്ലൈയുടെ പൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ടാണ് ആൾക്ക് ബട്ടർഫ്ലൈയുടെ പൊട്ട് വരച്ച് കൊടുക്കാൻ വെച്ചത്. അങ്ങനെ പൊട്ട് വരയ്ക്കാനുള്ള ധൃതിയിലാണ്. വീഡിയോ എടുക്കുന്ന എൻ്റെ മൂത്ത മോളാണ്. അവളാണ് ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്യണേ. ചിലപ്പോൾ കൊള്ളും, ചിലപ്പോൾ കൊള്ളത്തില്ല. അതുപോലാണ്. എന്തായാലും വരച്ചു കൊടുക്കണം. അവൾക്ക് ഇത് വരച്ച് കണ്ടപ്പോൾ മൂത്ത ആൾക്കൂടെ വരയ്ക്കണമെന്നൊരാഗ്രഹം. പിന്നെ ഞാൻ കയ്യെ വരച്ച് കൊടുത്താൽ മതി. മൂത്ത ആൾക്ക് മേക്കപ്പോട് അത്ര താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇളയ ആൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മേക്കപ്പ് ചെയ്യാനോ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആൾക്ക്. അങ്ങനെ ഞാൻ അതെല്ലാം എഴുതി കൊടുത്തു. നല്ലതായിട്ടുണ്ടോ എനിക്കറിയില്ല, ബട്ടർഫ്ലൈ ആണോ എന്നും എനിക്കറിയില്ല. എന്തായാലും വരച്ച് കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് ഇതാണ് ആളുടെ. ഇത് ബട്ടർഫ്ലൈ ആണോ എനിക്കറിയില്ല, പക്ഷെ ആൾക്ക് കണ്ടപ്പോൾ ബട്ടർഫ്ലൈ ആണെന്ന് തോന്നി. അതുകൊണ്ട് ഓക്കെ ആയി. അപ്പോൾ ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവളുമാർക്ക് ഉള്ളിവട തിന്നണമെന്നൊരാഗ്രഹം. അങ്ങനെ ഉള്ളിവടയിൽ പ്രിപ്പറേഷനുകളാണ്. ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അവളുമാർ പറഞ്ഞൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഉള്ളിവടയ്ക്ക് തുള വേണം. പക്ഷേ എൻ്റെ ഉള്ളിവടയ്ക്ക് തുള വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ലൂസ് മാവായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ അതുകൂടെ അങ്ങ് എടുത്തിടുമായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ റെസിപ്പി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വില്ലേജ് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്, ഒരമ്മ. ആ അമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, കൊള്ളാം.